നമ്മുടെ വീക്ക്ലി ടാസ്കിന്റെ മൂന്നാമത്തെ റൗണ്ടും സംഭവിച്ചു. അതും റദ്ദാക്കപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോൾ കിട്ടിയത് ആര്യന്റെ കയ്യിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഗെയിമിനെ കുറിച്ചോ ടാസ്കിനെ കുറിച്ചോ അല്ല. ടാസ്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഇപ്പൊ മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്തിരിക്കുന്നത് അക്ബറാണ്. തൊട്ട് താഴെയായിട്ട് ആര്യൻ, മൂന്നാമതായിട്ട് അനീഷ് ആയിരുന്നു. അപ്പം അനീഷ് തൊട്ട് മുമ്പ് രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ ഷാനവാസിന് ബ്ലാക്ക് ബോൾ കിട്ടിയിരുന്നു. അനീഷും അവിടെ ആദ്യത്തെ 3 പേരിൽ അനീഷ് ഉണ്ടായിരുന്നു. അനീഷ് കണ്ടിന്യൂസ്ലി ഷാനവാസിനോട് പറഞ്ഞു ഇത് റദ്ദാക്കരുത്, ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക എന്ന് കിടന്ന് ബഹളം വെച്ചു. നോർമലി ഒരു സുഹൃത്തിനോട് മാന്യമായിട്ട് എടാ അങ്ങനെ ചെയ്യല്ലേടാ എന്ന് പറയുന്നതല്ലാതെ അനീഷ് ഒരുമാതിരി ഷാനവാസിനെ ഭരിക്കും പോലെ, ഷാനവാസിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ കയറി സംസാരിക്കുന്നത് പോലെയാണ് അനീഷ് സംസാരിച്ചത്. പക്ഷേ മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്കും ആര്യന് ബ്ലാക്ക് ബോൾ കിട്ടി. ആരും ചോദ്യം ചെയ്യാനില്ല. ആര്യൻ അവിടെ കൂളായിട്ടിരുന്നു. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, എടാ നമുക്ക് രണ്ടുപേരും ആടാ അന്നേരം ഫൈറ്റ് വരുന്നത്, നമുക്ക് ഗെയിം റദ്ദാക്കണ്ടടാ, ബാക്കി എല്ലാവരും നല്ല താഴെയാടാ. ഇത് കേട്ടോണ്ടിരിക്കുന്ന അനീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ വരും, ഞാൻ 49 എങ്ങനെ കൗണ്ട് പറയുന്നുണ്ട്, പോയിന്റ് പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് 3 പേർക്ക് മത്സരിക്കാം ഇനി എന്ന് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ കറുത്ത ബോൾ കയ്യിലിരിക്കുന്ന ആര്യൻ അവസാനം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഗെയിം റദ്ദാക്കി. ഇതാണ് ടാസ്ക്. എന്നാൽ ഇതിനൊക്കെ ശേഷം അക്ബറും ആര്യനും കൂടെ ആ ഊഞ്ഞാലിലിരുന്ന് രണ്ടുപേരും ഭയങ്കരമായിട്ടും ഡിസ്കസ് ചെയ്യാണ്. വളരെ ഫണ്ണായിട്ട്, വളരെ കൂളായിട്ട്, രണ്ടുപേരും ഒരു ഫ്രണ്ട്ലി ആയിട്ട്. അയ്യടാ നീ എന്നാലും അങ്ങനെ കാണിച്ചല്ലോടാ എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അയ്യടാ മോനെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ടാസ്ക് ഇല്ലെന്ന് പറയുകയാണെങ്കിലോ, അപ്പൊ പിന്നെ നീ അങ്ങ് ജയിക്കത്തില്ലേടാ, അങ്ങനെ ഇപ്പൊ വേണ്ട, നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ജോളി ആയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പെരുമാറ്റമാണ് ശരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അനീഷ് വലിയ സുഹൃത്താണെന്ന് പറഞ്ഞ് ലാലേട്ടന്റെ മുന്നിൽ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല.